ഹലോ, അസ്സലാമലൈക്കും. എങ്ങനെ നമുക്ക് മനസ്സിൽ സമാധാനവും സന്തോഷവും നിലനിർത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിന് നമുക്ക് ആവശ്യമുള്ളത് ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് വൈകല്യങ്ങളോ അസുഖങ്ങളോ ഒന്നുമില്ലല്ലോ, അപ്പം ഞാൻ ആരോഗ്യവാനാണെന്ന് വിചാരിക്കും. എന്നാൽ ശരിക്കും ആരോഗ്യം എന്നത് ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതിയാണ് ആരോഗ്യം. നാം ഈ 3 തരത്തിലുള്ള ആരോഗ്യം നേടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ സമാധാനവും സന്തോഷവും എന്നെന്നും നിലനിൽക്കും. ആരോഗ്യങ്ങൾ 3 തരത്തിലുണ്ട് നാം പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യം. അപ്പോൾ ഈ മാനസികാരോഗ്യം നമുക്ക് നേടാൻ 3 വഴികളുണ്ട്. അതാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്, നാം ചെയ്യേണ്ട കാര്യങ്ങൾ അതേ സമയത്ത് ഏത് സമയത്താണോ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ ചെയ്യേണ്ടത്, അതായത് രാവിലെ എണീറ്റിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ബെഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ നിർബന്ധമായിട്ടും കുറച്ച് വെള്ളം കുടിക്കുക, എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ രാവിലത്തെ റുട്ടീനൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ രാത്രിത്തെ റുട്ടീൻ ചെയ്യുക, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, പിന്നെ അള്ളാഹുവിനോട് സംസാരിക്കുക, അതായത് നന്ദി പറയുക എന്നുള്ളതൊക്കെയാണ്. അതായത് നന്ദി പറയുക, ഇന്നത്തെ കാര്യങ്ങൾ പറയുക. ഇതിൽ അവസാനം വരുന്നതാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചെയ്യുക. അതായത് ദിവസമില്ലാ ദിവസം പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മാനസികാരോഗ്യത്തിൽ രണ്ടാമത്തേതാണ് നാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ആലോചിക്കരുത്. അതിൽ വരുന്നതാണ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നമുക്ക് പാസ്റ്റിൽ വന്നു പോയ തെറ്റുകൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അതിലെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ആ തെറ്റിനെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ഭാവിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അത് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതില്ല. പിന്നെ ഉള്ളത്, നാം നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, അതായത് നമ്മളെ കൊണ്ടൊന്നിനും കഴിയില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നെഗറ്റീവായി പറയുമ്പോൾ ബ്രെയിൻ അത് കേട്ടിട്ട് ബ്രെയിൻ അത് സത്യമാണെന്ന് വിശ്വസിച്ച് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അവസാനം വരുന്നതാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും വിഡ്ഢിത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോരുത്തരുടെ ലൈഫ് വ്യത്യസ്തമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന പോലെയല്ല. സോഷ്യൽ മീഡിയയിൽ എന്താണ് നല്ല കാര്യങ്ങൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അവർക്കും ചീഞ്ഞ കാര്യങ്ങൾ, അതായത് സങ്കടപ്പെടുത്തുന്ന, ഇടങ്ങേറാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ആരും പോസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മാനസികാരോഗ്യത്തിൽ അവസാനം വരുന്നതാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം മാറ്റിവെക്കുക എന്നുള്ളത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്കറിയാം, ഓരോരുത്തർക്ക് പലതരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. പന്ത് കളിക്കാനായിരിക്കും, ഡ്രോയിങ്സ് ആയിരിക്കും, ബുക്ക് വായനയായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാകും. അതിന് സമയം കണ്ടെത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താം, മനസ്സിലെപ്പോഴും സമാധാനവും സന്തോഷവും നിലനിർത്താം എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ചാനലിൽ ഇതുപോലത്തെ കണ്ടൻറ്റ് ഇടുന്നതാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.